ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു നാടൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നേക്കണത്. ഉണക്കച്ചെമ്മീൻ ചക്കുകുരു കറി. അപ്പോൾ ചക്കുകുരു ഒക്കെ കിട്ടുമ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഈ കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1/2 കിലോയോളം ചക്കുകുരു എടുത്തിട്ടുണ്ട്. വലിയ സൈസ് ചക്കുകുരുവാണ് എനിക്ക് കിട്ടിയത്. ഇത് നന്നായി വൃത്തിയാക്കിയ ശേഷം 4ആക്കി കീറി എടുത്തതാട്ടോ അത്. ഇതൊരു മൺകലത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉണക്കച്ചെമ്മീൻ 50 ഗ്രാം നന്നായി കഴുകി വൃത്തിയാക്കിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 4 കുടംപുളിയാണ് എടുക്കുന്നത്. വലിയ സൈസ് കുടംപുളി ആട്ടോ എൻ്റെ കയ്യിലുള്ളത്. അത് ഞാൻ നന്നായി കഴുകിയ ശേഷം ചെറുതാക്കി കീറി എടുക്കുകയാണ്. അങ്ങനെ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ വേഗം നമുക്ക് അതിലെ പുളി ഇറങ്ങി കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ചെറുതാക്കി കീറി ഇടുന്നത്. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് വേണ്ട ഉപ്പ്, ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള 2 മൊന്ത വെള്ളം ഇത്രയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി ഇളക്കിയ ശേഷം നമുക്ക് അടുപ്പത്ത് വെച്ച് വേവിക്കാൻ വെക്കാം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിലും വെച്ച് വേവിക്കാം കേട്ടോ. ഒരു 2-3 വിസിൽ വന്നാൽ മതി. ഞാൻ ഇത് മൺകലത്തിൽ വെക്കുന്നതാണ് എനിക്കിഷ്ടം ഈ കറി, അതുകൊണ്ടാണ് ഞാൻ മൺകലത്തിൽ വെച്ചത്. അപ്പോൾ ഇത് വേവുന്ന നേരം കൊണ്ട് നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കാനുണ്ട്. അതിനായിട്ട് അരമുറി തേങ്ങ ചിരകിയത് ഞാനൊരു ചീഞ്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് ഒരു 7 വെളുത്തുള്ളി തൊലി കളഞ്ഞതും 1/2 ടീസ്പൂൺ ചെറിയ ജീരകം അതും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് നന്നായി വറുത്തെടുക്കണം. നല്ല ബ്രൗൺ കളറാവുന്നത് വരെ കരിഞ്ഞു പോവാതെ വറുത്തെടുക്കണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ തേങ്ങ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് തീ കുറച്ച് വെച്ച ശേഷം 1/2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ഇട്ടിട്ട് കരിഞ്ഞു പോവാതെ ഒരു 1-2 മിനിറ്റ് നേരം കൂടി നമുക്ക് വറുത്തെടുക്കാം. ഇപ്പം മുളകും മല്ലിയൊക്കെ മൂത്ത് നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് തേങ്ങയും മുളകൊക്കെ. ഇപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തു. നമുക്ക് ചൂടാറിയ ശേഷം നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. ഈ നേരം നമ്മുടെ ചക്കുകുരു എന്തായെന്ന് നോക്കാം. ചക്കുകുരു വച്ചിട്ട് കുറേ നേരമായിട്ട് ഞാൻ, നല്ല വേവുള്ള ചക്കുകുരു ആണ്. അപ്പോൾ നമ്മുടെ ചക്കുകുരു നല്ല വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കാം. അരപ്പ് ഒഴിച്ചിട്ട് നമുക്ക് ജാറും കൂടി കഴുകിയിട്ട് എത്ര ചാറ് വേണം, കറിക്ക് ചാറ് എത്ര വേണമെന്ന് നോക്കിയിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കിയ ശേഷം ആവശ്യത്തിന് വേണ്ട കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ചക്കുകുരു വേവിക്കാൻ വെക്കുമ്പോൾ ആദ്യം കുറച്ച് ഉപ്പിട്ടതാണ്, അത് പോരാ. അപ്പോൾ കുറച്ചും കൂടി ഉപ്പിട്ടിട്ട് ഉപ്പൊക്കെ പാകമാണോ എന്ന് നമ്മൾ നോക്കിയിട്ട് മൂടി വെച്ച് ഒരു 1-2 മിനിറ്റ് നേരം തിളപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് ഉള്ളിയും കറിവേപ്പിലയും മൂപ്പിച്ചെടുക്കണം. അതിനായിട്ട് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് 7 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും കൂടി നമുക്ക് ഇട്ടിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്കിതൊന്ന് നല്ല ബ്രൗൺ കളറാവുന്ന വരെ വറുത്തെടുക്കണം കേട്ടോ. ഈ ഉള്ളിയും കറിവേപ്പിലയും കളർ മാറി നല്ല ചുമന്ന് വരണം കേട്ടോ. അപ്പോഴാണ് ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഈ കറി നമുക്കിങ്ങനെ എന്താ പറയുക, ചക്കുകുരു ചെമ്മീൻ്റെ കൂടെ നമുക്ക് മാങ്ങ മുരിങ്ങക്കായൊക്കെ ഇട്ടിട്ട് വയ്ക്കും കേട്ടോ. അപ്പോൾ നമ്മൾ തേങ്ങ വറുത്ത് അരയ്ക്കാറില്ല, പച്ചയ്ക്ക് അരച്ചിട്ട് ഇങ്ങനെ വയ്ക്കും കേട്ടോ. അപ്പോഴും ആ കറിയും നല്ല ടേസ്റ്റുള്ള കറി കേട്ടോ. അപ്പോൾ നമ്മുടെ ഉണക്കച്ചെമ്മീൻ ചക്കുകുരു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ആ ഉണക്കച്ചെമ്മീൻ ചേർത്തേക്കണ കാരണം കറിക്ക് നല്ല സ്മെല്ലാണ്. നമുക്ക് ഈ ഒരു കറി കൂട്ടി ചോറിനാൻ, വയറ് നിറയെ ചോറിനാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുകൾ നിങ്ങൾക്ക് കിട്ടാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എന്തായാലും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബായ്.